മറ്റൊരു തട്ടിപ്പിന്റെ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പത്തനംതിട്ടയിൽ വൻ വെർച്വൽ തട്ടിപ്പ്. മല്ലപ്പള്ളി സ്വദേശികളായ വൃദ്ധ ദമ്പതികൾക്ക് 1 കോടിയിലധികം രൂപ നഷ്ടമായി. കിഴക്കേൽ വീട്ടിൽ ഷേർലി ഡേവിഡ്, ഭർത്താവ് ഡേവിഡ് പി മാത്യു എന്നിവരാണ് തട്ടിപ്പിനിരയായത്. മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽ, ഇത് മറ്റൊരു തട്ടിപ്പ്, ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? റോഷ്നി, പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ തട്ടിപ്പ് സംഘം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവല്ല മല്ലപ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ വൃദ്ധ ദമ്പതികൾക്ക് പണം നഷ്ടമായെന്നുള്ളൊരു വാർത്ത കൂടി വരുന്നതെന്നുള്ളതാണ്. ഈ ബാങ്ക് ഇടപാടുകളിൽ സംശയം തോന്നിയ ബാങ്ക് അധികൃതർ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുമ്പോഴാണ് വലിയ തട്ടിപ്പ് പുറത്താകുന്നത്. 1.40 കോടി രൂപയാണ് വൃദ്ധ ദമ്പതികൾക്ക് നഷ്ടമായതെന്നുള്ളതാണ്. മല്ലപ്പള്ളി കിഴക്കേൽ വീട്ടിൽ ഡേവിഡ് പി മാത്യു, അതേപോലെ തന്നെ ഭാര്യ ഷേർലി ഡേവിഡ് എന്നിവരുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി അല്ലെങ്കിൽ ഈ മാസം 18-ാം തീയതി മുതൽ പണം പലപ്പോഴായി വിവിധ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുള്ളത്. തുടർന്ന് ബാങ്ക് നടത്തിയ പരിശോധനയിലാണ് ഈ അക്കൗണ്ടുകളിൽ നിന്ന് പണം പോയിട്ടുള്ളത് പലതും വിദേശ ബാങ്കുകളിലേക്കാണെന്നും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് പോയിട്ടുള്ളത് തട്ടിപ്പ് സംഘങ്ങളുടെ കയ്യിലേക്കാണെന്നുമുള്ള ഒരു നിഗമനത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് കീഴ്വായ്പൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ബാങ്ക് രേഖകൾ അടക്കം പരിശോധിച്ച ബാങ്ക് അധികൃതർ ഇത് പോയിട്ടുള്ളത് ബാങ്കോക്ക് അടക്കമുള്ള പ്രദേശങ്ങളിലെ ബാങ്കുകളിലേക്കാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമെത്തിയിട്ടുണ്ട്. എന്തായാലും തുടർന്ന് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് പോലീസിന്റെയും തീരുമാനം. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് കീഴ്വായ്പൂരും അതേപോലെ തന്നെ തിരുവല്ലയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു വരുന്നതെന്നുള്ളതാണ്. കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി കോടിക്കണക്കിന് രൂപയാണ് പത്തനംതിട്ട തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത്. ഇതിപ്പോൾ മുംബൈയിൽ നിന്നാണെന്ന് പറഞ്ഞാണ് കോൾ ചെയ്യുകയും വെർച്വൽ അറസ്റ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 20 ലക്ഷം രൂപ വിദേശ ബാങ്കുകളിൽ നിന്ന് വന്നു. നടന്നിരിക്കുന്നത് അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ വൃദ്ധ ദമ്പതികൾക്കാണ് ഇത്തരത്തിൽ നഷ്ടമായത്.